എല്ലാവർക്കും നമസ്കാരം. 2026 ഏറ്റവും എൻ്റെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ആണ്. അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷത്തെ ആശംസകൾ അറിയിപ്പിക്കുന്നു. ഈ 2026 നമ്മുടെ നാടിൻ്റെ ഭാവിക്കും വേണ്ടി രജിജി പറഞ്ഞ പോലെ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു നല്ല കേരളം സൃഷ്ടിക്കുന്ന ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ, അതിനുവേണ്ടി ജനങ്ങൾ ആ ഒരു പുതിയ ഭാവിക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജൂലൈ 2025 അമിത്ഷാജി ഇവിടെ വന്നു. അദ്ദേഹം ഞങ്ങളുടെ മിഷൻ 2025 ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇനി ജനുവരി 11 ഇവിടെ വരുന്നു. ഞങ്ങളുടെ അസംബ്ലി ഇലക്ഷൻ്റെ ക്യാമ്പയിൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ജൂലൈയിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചർച്ചയിൽ മാധ്യമ സുഹൃത്തിൻ്റെ ഒപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്നോട് അന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇതിൽ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല, CPM തുടരും ആയിരുന്നു അന്നത്തെ ഒരു ഫീലിംഗ്. ഞാൻ അന്ന് പറഞ്ഞു, BJP NDA പേരിൽ പറഞ്ഞു, ഇത് മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഒരു ഇലക്ഷനാണ്. ജനങ്ങൾ തീരുമാനിച്ചു മാറ്റം കൊണ്ടുവരണം, മാറ്റം വേണം. അത് ജനങ്ങളും ഒപ്പം സംസാരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് എല്ലാം കാണുമ്പോൾ അതിന്റെ വ്യക്തത, അതൊരു വ്യക്തമായൊരു മെസ്സേജ് ജനങ്ങൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം അവസരം ജനങ്ങൾ കൊടുത്തപ്പോൾ CPM സർക്കാർ വികസനത്തിനെ കുറിച്ചോ അഴിമതിനെ കുറിച്ചോ തൊഴിൽ വിലക്കയറ്റം, വിശ്വാസികളുടെ സംരക്ഷണം, ഈ കാര്യങ്ങളിൽ അവർ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ BJP NDA കൃത്യമായി കഴിഞ്ഞ 6 മാസം നന്നായി സമരം ചെയ്ത് പ്രതിഷേധിച്ച് അത് ജനങ്ങൾ മുമ്പിൽ വെച്ചു. അതിന്റെ കാരണമാണ്, ഞാൻ അത് 100% അത് കാരണമാണെന്ന് പറഞ്ഞില്ല, പക്ഷെ അതൊരു ഫാക്ടർ ആയിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജനങ്ങളുടെ തീരുമാനം. ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് BJPന്റെ ചരിത്രത്തിൽ, NDAന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു റിസൾട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ അപ്പുറം ഞങ്ങൾ പരിശോധിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരു ക്ലിയർ മെസ്സേജാണ്, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്ന കാലമാണ് ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ. ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ്. കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റാണ് ഞങ്ങൾ ഈ അസംബ്ലി ഇലക്ഷന് കാണുന്നത്. ഈ അസംബ്ലി ഇലക്ഷനെ കുറിച്ച് മറ്റ് പാർട്ടികളെല്ലാം സംസാരിക്കും, അവരുടെ പ്രചരണവും ദുർപ്രചരണവും എല്ലാം ചെയ്യും. പക്ഷെ ഞങ്ങൾ അടുത്ത 100 ദിവസം മുമ്പോട്ട് വെക്കാൻ പോകുന്നത് കൃത്യമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വികസിത കേരളം. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്. വികസനം, തൊഴിലവസരങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സർക്കാർ സേവനങ്ങൾ, ഭരണശൈലി, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, നമ്മളെ കുട്ടികൾക്ക് പുതിയ അവസരങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ആദ്യം മുതൽ ഇന്ന് വരെ. ഇനി അസംബ്ലി ഇലക്ഷൻ ഞങ്ങളത് മുമ്പോട്ട് വയ്ക്കും, കൃത്യമായി അത് ഇനിയും മുമ്പോട്ട് വയ്ക്കും. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വികസന രാഷ്ട്രീയമാണ്. അതിൻ്റെ ഒപ്പം ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ, കോൺഗ്രസിനോ CPMനോ BJP NDAക്ക് കൊടുക്കുമ്പോൾ, സെൻട്രൽ ഗവൺമെന്റിൽ അവസരം UPA കോൺഗ്രസിന് കിട്ടി, കോൺഗ്രസിന് മറ്റ് സംസ്ഥാനത്തിലും കിട്ടി. ഈ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഈ വികസനത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ
ആര് എന്ത് ചെയ്യുന്നു. റിപ്പോർട്ട് കാർഡ് BJP NDAന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, കോൺഗ്രസിന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്, CPIന്റെ റിപ്പോർട്ട് കാർഡ് എന്താണ്. ഇത് ഞങ്ങൾ കൃത്യമായി ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. ജനങ്ങളിത് മനസ്സിലാക്കും. ആരാണ് വികസനത്തിന് കുറിച്ച് കാഴ്ചപ്പാട് ആർക്കാണ്, കഴിവ് ആർക്കാണ്, താല്പര്യം ആർക്കാണ്, ആരാണ് ആത്മാർത്ഥമായി ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. രണ്ടാമത്തെ ടോപ്പിക്ക്, 2 ഭാഗമായിട്ട് ഞങ്ങൾ ഈ ക്യാമ്പയിൻ നടത്തുന്നു. വികസനം, വിശ്വാസം സംരക്ഷിക്കണം, പിന്നെ ഭരണശൈലി. പക്ഷെ രണ്ടാമത്തെ ഒരു വലിയൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം. കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു ചർച്ച നടക്കണം. ഞാൻ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് പേപ്പറും TV എല്ലാം കാണുമ്പോൾ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവുമാരും ജമാഅത്തെ ഇസ്ലാമിന്റെ മുതിർന്ന നേതാവുമാരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം വായിച്ച് എനിക്ക് തന്നെ ഒരു അതിശയം. അവർ തീരുമാനിക്കുന്നത് എന്താണ്? വികസനമല്ല. അവർ പറഞ്ഞത് എന്താണ്? കുട്ടികൾക്ക് അവസരങ്ങളോ തൊഴിലവസരങ്ങളെ കുറിച്ചല്ല. BJPനെ എങ്ങനെ തോൽപ്പിക്കണം. അപ്പോ ഇതവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കണ്ടതാണ്. ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പും കണ്ടു, ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് കഴിഞ്ഞിട്ടും കണ്ടു. കൊടുങ്ങല്ലൂർ പോലെ ഒരു മുനിസിപ്പാലിറ്റി 40% വോട്ട് പിടിച്ച BJP NDA തോൽപ്പിച്ചത് കോൺഗ്രസ് അല്ല, ലെഫ്റ്റ് അല്ല, തോൽപ്പിച്ചത് മുസ്ലിം ലീഗും ജമാഅത്താണ്. അപ്പൊ ഈ രാഷ്ട്രീയം വികസനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ മതേതരത്വത്തിന്റെ പേരിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ജമാഅത്തിന്റെ പിന്തുണ എടുത്ത് തോൽപ്പിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്? ഈ സെക്യുലറിസമിന്റെ പേരിൽ ഈ ഒരു അപകട രാഷ്ട്രീയം ഇതിന്റെ പിന്നിൽ എന്താണ്? ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു എല്ലാ റെസ്പോൺസിബിലിറ്റി പറയാം. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ CPM പരാജയപ്പെട്ടു. അത് 100%, അതിൽ ആർക്കും സംശയമില്ല. 10 കൊല്ലം അവരുടെ ദുർഭരണത്തിന്റെ ഒരു ഫലമായിട്ട് അവർ തോറ്റു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷന് 3ാം തവണ അവർക്ക് അവസരം കൊടുക്കില്ല. ജനങ്ങൾ തീരുമാനിച്ചു. 2 ഓപ്ഷൻസ് ആണ് ജനങ്ങളുടെ മുമ്പിൽ. NDA, മറ്റേ വശത്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു മുന്നണി. ഈ 2 മുന്നണികൾ തമ്മിൽ വികസനത്തിനെ കുറിച്ചും നാടിന്റെ സമാധാനത്തിനെ കുറിച്ച് ആർക്കാണ് ശരിക്കും ഒരു ആത്മാർത്ഥമായ ഒരു സിൻസിയറിറ്റി ആർക്കാണ്, അതിനെക്കുറിച്ച് ചർച്ച നടത്തണം. ഞാൻ ഇന്നൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ജമാഅത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കൂടി തമ്മിൽ തീരുമാനിച്ച് കോൺഗ്രസിന്റെ പേരെടുത്ത് വികസനത്തിനെ പരാജയമാക്കാൻ അവർ ശ്രമിക്കുകയാണെന്ന് ഇലക്ഷൻ സമയത്ത് കൊടുങ്ങല്ലൂരിൽ നമ്മൾ കണ്ടു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തൃപ്പൂണിത്തുറയും എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും CPM-ഉം കോൺഗ്രസ് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊരു ചർച്ച നടക്കണം. ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത്. വികസനം, പിന്നെ അപകട രാഷ്ട്രീയം. അപകടം പോളിറ്റിക്സ് എന്ന് ഞങ്ങൾ 5-6 മാസം മുമ്പ് ഒരു ഫ്രേസ് ഉണ്ടാക്കിയതാണ്. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ചർച്ച നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അവസാനം ഞാൻ മാധ്യമ സുഹൃത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കറിയാം വിവാദമാണ് ഹെഡ്ലൈൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. പക്ഷേ എൻ്റെ ഒരു അഭ്യർത്ഥന, പാർട്ടി NDAന്റെ അഭ്യർത്ഥനയാണ്, നിങ്ങളൊരു 60% ഫോക്കസ് വികസനം, ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസിൽ സമയം കൊടുക്കണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യിപ്പിക്കണം ആണ് എൻ്റെ ഒരു അഭ്യർത്ഥന. 40% നിങ്ങൾ വിവാദങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ അജണ്ട ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷേ
നാടിൻ്റെ ഭാവിനെ മനസ്സിൽ വെച്ച്, നമ്മുടെ കുട്ടികളുടെ ഭാവിനെ മനസ്സിൽ വെച്ച്, നാടിനെ നന്നാക്കണം, നമ്മളെല്ലാവരും ലക്ഷ്യമാണെന്ന് അത് മനസ്സിൽ വെച്ച് ഒരു 60% നാടിൻ്റെ വികസനം, നാടിനെ നന്നാക്കണം, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ എല്ലാ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതേസമയം വികസനത്തിനെ കുറിച്ചും ചർച്ച ചെയ്യണം. ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ 10 കൊല്ലം UPAയിൽ 8 കേരളത്തിൻ്റെ മന്ത്രിമാർ ഇരുന്ന് ഭരിച്ചപ്പോൾ കേരളത്തിന് എന്തെങ്കിലും ഗുണം കിട്ടിയോ? വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയോ? അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോരോ ഇഷ്യൂസിനെ കുറിച്ച് ഡേറ്റ ആൻഡ് ഫാക്ട്സ് എടുത്ത് മുമ്പോട്ട് വയ്ക്കും. ആര് എന്ത് ചെയ്തു, അപകട രാഷ്ട്രീയത്തിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട്, അത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കും. പിന്നെ ഈ വസ്തുത പറയുന്നവരെ എല്ലാം വർഗീയവാദി വിളിക്കരുതെന്നാണ് എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. ഞങ്ങൾ ഈ ഫാക്റ്റ് എല്ലാം മുമ്പോട്ട് വയ്ക്കുമ്പോൾ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഞങ്ങളെ വർഗീയവാദി എന്ന് വിളിക്കാൻ അറിഞ്ഞത് എന്നാണ് എൻ്റെ മറ്റൊരു അഭ്യർത്ഥന. ഇത് വസ്തുതയാണ്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. 2 അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നോ ഇഷ്യൂസ്. പക്ഷെ ഞങ്ങളുടെ ഒരു അവകാശമാണ് അത്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അതിനെക്കുറിച്ച് പറയാൻ. പറഞ്ഞ ഉടനെ ഞങ്ങളുടെ തലയിൽ ചാടി ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അവസാനത്തെ ഒരു കാര്യം പോയിന്റ്. ഇത് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഈ തിരുവനന്തപുരത്തെ മാധ്യമങ്ങളെ കണ്ട നേതാവ് പറഞ്ഞത് തിരുവനന്തപുരത്തടക്കം BJP ഭരിക്കാൻ ഭരണത്തിലേക്ക് വരുന്ന കോർപ്പറേഷൻ അത് മാറ്റാൻ CPM-ഉം കോൺഗ്രസ് വേണമെങ്കിൽ ഒന്നിക്കണം എന്ന അവരുടെ അഭിപ്രായമുണ്ട്. അത് നേതാക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിനാണ് എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ലീഗിനെ പറയുമ്പോൾ ലീഗ് പൊതുവെ കേരളത്തിൽ മതേതര മുഖമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയാണ്. അപ്പൊ അവരെ കൂടെ ഈ ജമാഅത്ത് ഇസ്ലാമി ചേർത്ത് വെക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇതല്ലേ ഉണ്ടാക്കുക? ഇതൊരു ഓപ്പൺ ചർച്ച ചെയ്യണം നമ്മൾ. ഇന്ന് ആ ഡീറ്റെയിൽ പോകുന്നില്ല. അത് ഞാൻ ഒരു ദിവസം പ്രസ് കോൺഫറൻസ് ഫാക്റ്റും ഫിഗറും കൊണ്ട് ഞാൻ മുമ്പോട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം വിചാരിച്ചത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നാണ്. ഇവർ രണ്ടും സെപ്പറേറ്റ് ഓർഗനൈസേഷൻസ് ആണെന്നാണ് ഒരു കൺവെൻഷണൽ ഒരു തിങ്കിങ്. പക്ഷെ ഈ ഇലക്ഷനിൽ അങ്ങനെ ആയിരുന്നില്ല. ഇനിയിപ്പോൾ അത് പെർമനന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ, ഈ ഇലക്ഷന് വേണ്ടിയായിരുന്നോ, അത് അവർ ക്ലാരിഫൈ ചെയ്യട്ടെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന കാര്യങ്ങളും മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളും ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അന്തർധാരണ ഉണ്ടോ എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അതാണെങ്കിൽ അത് കറക്റ്റ് അല്ല. മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മുസ്ലിം ലീഗ് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാടിന്റെ വികസനത്തിനെ കുറിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്, അത് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഇതുവരെ മനസ്സിലാക്കിയത്. പക്ഷേ കൊടുങ്ങല്ലൂരും എത്രയോ സ്ഥലത്ത് അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ട് പരിശോധിച്ച് പഠിക്കുമ്പോൾ അതാണോ എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ചർച്ച നടത്തണം. അവർ ക്ലാരിഫൈ ചെയ്യട്ടെ, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പമല്ല എന്ന്. ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആദ്യം നിങ്ങളെല്ലാവരും കേട്ടതാണ്, അപ്പോൾ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ വന്ന് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയം തീരുമാനിക്കാൻ തുടങ്ങിയ, ഞാൻ ഒരു പാരലായിട്ട് പറയല്ല, ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, അവിടുത്തെ ജമാഅത്ത് എന്ത് ചെയ്യുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഒരു ശരിയായ കാര്യമല്ല. അപ്പൊ ജമാഅത്ത്, ഇത് ഞാൻ മാത്രമല്ല പറഞ്ഞത്. ഇന്നലെ ആരാണ് ലെഫ്റ്റിന്റെ AK ബാലൻജി എന്താ പറഞ്ഞു? അവർക്ക് അറിയണല്ലോ. AK ബാലൻജി ഇപ്പൊ പറയുമ്പോൾ മാറാട് ആ ഇൻസിഡന്റ് നടന്നപ്പോൾ ആരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ എടുക്കുന്ന പാർട്ടി? CPM ആയിരുന്നില്ലേ? അപ്പൊ അവരിപ്പോ ജമാഅത്തെ ഇസ്ലാമി വന്നാൽ മാരാട് പോലെ ഒരു ഇൻസിഡന്റ് ഇനിയും തുടരുന്നു, ഇനി ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവര് അറിഞ്ഞിട്ടല്ല പറഞ്ഞത്. അപ്പൊ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ABC ആണ് എന്നാണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നാടിന്റെ വളർച്ചയ്ക്കും നാടിന്റെ ഭാവിക്കും ഇങ്ങനത്തെ രാഷ്ട്രീയം നമ്മുടെ നാട്ടില് വർദ്ധിക്കാൻ പാടില്ല. പിന്നെ കോൺഗ്രസ് പോലെ ഒരു വീക്ക് പാർട്ടീനെ
ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട്, ജനങ്ങളിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. ഞാൻ നിലമ്പൂരിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നാഷണൽ പാർട്ടി ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്ത് ഓടി നടക്കുന്ന ഒരു നാഷണൽ പാർട്ടി, അതിന്റെ ലീഡർ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടാണ് പാർലമെന്റിൽ ഉള്ളിൽ കയറുന്നത്, പുറത്തു ഇറങ്ങുന്നത്. ആ നാഷണൽ പാർട്ടി ഓപ്പണായിട്ട് പറയുന്നു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ കൊണ്ട് നിലമ്പൂർ ഇലക്ഷൻ മത്സരിക്കുന്നു. ഒന്ന്. അത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്തുണ എടുത്തിട്ട് ഞങ്ങൾ മത്സരിക്കുന്നു എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു. ഞാനല്ല പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എതിരെയാണ്, സെക്യുലർ റിപ്പബ്ലിക്കിന്റെ എതിരെയാണ്. അവര് കൃത്യമായി പറഞ്ഞ ഒരു സംവിധാനം, ഒരു സ്ഥാപനമല്ലേ. അപ്പോ എന്താണ് ഇതിന്റെ ഇമ്പാക്ട്, നമ്മളുടെ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും ഇമ്പാക്ട്? അത് ചർച്ച ചെയ്യണം, ജനങ്ങളെ അറിയിപ്പിക്കണം, മനസ്സിലാക്കണം. എന്താണ് ഇത് എന്താണ് ഹെൽ ഫ്രീസ് ഓവറിന്റെ മലയാളത്തിൽ എന്താ? അത് ഇതെല്ലാം ഓരോന്നുണ്ടാക്കി പറയല്ലേ. ഇവിടെ സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും, ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല. ആരോട് ചോദിച്ചാൽ ഇന്ന് ആരാണ് അന്തർധാര? CPM-ഉം കോൺഗ്രസ് അല്ലേ. ഞാൻ അത് വേണമെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ട് അതിന് എല്ലാം തെളിവ് മുമ്പോട്ട് വയ്ക്കാൻ തയ്യാറാണ്. കൊടുങ്ങല്ലൂരിന് 41% വോട്ടാണ് BJP ഇന്ത്യക്ക് കിട്ടിയത്. കോൺഗ്രസിന് 200-250 വോട്ട് കിട്ടുന്ന ബൂത്തിൽ അവർക്ക് 30-20 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആ വോട്ട് മൊത്തം അവർ ട്രാൻസ്ഫർ ചെയ്ത് ആർക്കാ? LDF. തൃപ്പൂണിത്തറ ഇന്നലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇലക്ഷനിൽ ആരുടെ പിന്തുണയാണ് ആരാണ് എടുത്തിരിക്കുന്നത്? കോൺഗ്രസിന് ലെഫ്റ്റ് അല്ലേ. ഞാൻ എല്ലാ ബഹുമാനത്തോട് പറയണേ, എനിക്ക് മനസ്സിലാവുന്നില്ലേ ഇവര് ഇങ്ങനെ ഇത് പറയുമ്പോൾ അവർ എന്ത് വിചാരിച്ചിട്ടാ പറയുന്നത്? ജനങ്ങൾ വിഡ്ഢിയാണെന്ന്. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ ഇതെല്ലാം എന്തിനാണ് പറയുന്നത്? ആരെ വിഡ്ഢിയാക്കാനാ പറയുന്നത്? CPM-ഉം കോൺഗ്രസും 27 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസ് പൊളിറ്റിക്കൽ അലയൻസിലാണ്. അവരെ ഐഡിയോളജിക്കൽ അലയൻസാണ്. എന്നിട്ടാണ് ഇവിടെ നാടകം കളിക്കുന്നത്. ആവശ്യമില്ല. ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി ഓരോരോ 100 ദിവസം ഉണ്ടല്ലോ, എല്ലാ ദിവസവും ഞങ്ങൾ ഇതിന്റെ ഫാക്സും സത്യവും മുമ്പോട്ട് വെക്കും. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്നലത്തെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറയുന്നത് കേന്ദ്രത്തിൽ BJP ഭരണത്തിലുണ്ട്. അവർ അങ്ങനെ ഏതെങ്കിലും ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നെങ്കിൽ തെളിവ് വരണമല്ലോ. അല്ലെങ്കിൽ അവർ കേസ് എടുക്കാൻ, അവർ ഒരു കേസ് പോലും അവർക്കെതിരെ ഇല്ല. അവർ ഏതെങ്കിലും തരത്തിൽ ഒരു ഈ പറയുന്ന വർഗീയ പ്രചാരണത്തിൽ ഇറങ്ങി എന്നുള്ളതിന് കേസില്ല. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇതിപ്പോ 10ാം തവണയാണ് മാധവസുമുർത്ത് എന്നോട് ചോദിക്കുന്നത്. ഞാൻ ഡൽഹിയിൽ പ്രസ് കോൺഫറൻസ് ചെയ്തപ്പോൾ തന്നെ ചോദിച്ചത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ പോകും, അതിലൊരു സംശയം ഉണ്ടാവണ്ട. ഇതുവരെ അവർ കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ആന്റി സെക്യുലറിസം. അവരുടെ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് എന്താണ്? ഇസ്ലാമിക് റിപ്പബ്ലിക്, ഷരിയ സ്റ്റേറ്റ്. എന്താണ് ഇതിൽ ഈ സംശയം? അപ്പൊ എനിക്കൊരു സംശയമില്ല, ആർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു NGO ഒന്നുമല്ല. നാടിന് വേണ്ടി ഇതിപ്പോ ആർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്കോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ആവാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവാണ് ശരിയ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ. അവർ ആന്റി സെക്യുലർ ആണെന്ന് പറയുന്നു. അവരെന്നെ പറയുന്നു. ഇനി അവര് പറയട്ടെ എല്ലാന്ന്. മുഖ്യധാരയിലേക്ക് നേരത്തെ ഒരു സംഘടന എന്ന നിലയിൽ അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട ഒരു മുന്നണിയുമായി ചേർന്ന് മുന്നോട്ട് വരിക. അപ്പൊ എങ്ങനെയാണ് BJP ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അല്ലല്ല, ഞാനൊരു ആരോപണം ഞാൻ ഒരു ക്ലാരിഫൈ ചെയ്യുന്നത്, ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങൾ അടുത്ത 100 ദിവസം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളൊരു അഭിപ്രായമുണ്ട് ഇതിനെക്കുറിച്ച്, ഞങ്ങൾ മുമ്പോട്ട് വെക്കും. വികസനത്തെക്കുറിച്ചുണ്ട്,
ഈ രാഷ്ട്രീയം രണ്ടാമത്തെ പോയിന്റ്, ഈ ജമാഅത്തും കോൺഗ്രസ് ജമാഅത്തിന്റെ ഒപ്പം മുസ്ലിം ലീഗിന്റെ ഒപ്പം ചെയ്യുന്ന രാഷ്ട്രീയം ഒരു അപകട രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ തെളിവും മുമ്പിൽ വയ്ക്കാം. ഇന്ന് ഒരു ചോദ്യം, ഞാൻ ഇന്ന് ചോദ്യം വിട്ടുപോന്നു, ഇനി അതിന്റെ ഉത്തരം ഞാൻ 2 ദിവസത്തിൽ തരാം. എന്തുകൊണ്ട് വികസനത്തിനെ കുറിച്ച് ആരൊന്നും ചർച്ച ചെയ്യുന്നില്ല ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും? ഒന്ന് ചോദിക്കട്ടെ. നമ്മളുടെ കുട്ടികൾക്ക് തൊഴിലൊന്നും വേണ്ടേ? വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണ്ടേ? ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ ഒരു തകർന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അതിനെക്കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? അതൊന്ന് ആലോചിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വയ്ക്കും. അതിന് തെറ്റാണെങ്കിൽ അവർ ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ നാട്ടിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഞങ്ങളുടെ ഒരു അഭിപ്രായം. ആ ഒരു വികസന മത്സരത്തിൽ ആരാണെങ്കിലും വരട്ടെ, മത്സരിക്കട്ടെ, ജനങ്ങളുടെ വിശ്വാസം നേടാനും തേടാനും അവർ അധ്വാനിക്കട്ടെ. പക്ഷേ വികസനം ഒരു ചർച്ച വിഷയമാവണം. വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പരിഹരിക്കാൻ ഒരു ആത്മാർത്ഥമായ ഒരു ഇന്റൻഷൻ ഉണ്ടാവണം ആ പാർട്ടിയിൽ. പൊളിറ്റിക്കൽ പവർ മാത്രമല്ല, പൊളിറ്റിക്കൽ പവർ ഗ്രാബ് ചെയ്യാൻ മാത്രമല്ല, നാട് 15-20 കൊല്ലമായിട്ട് പിന്നിൽ പോകുന്നു, നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ അതൊരു ചർച്ചാ വിഷയമാവണ്ടേ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു അഭ്യർത്ഥന. അല്ല, ഞങ്ങൾക്ക് വികസനവും ചർച്ച ചെയ്യണം, വിശ്വാസവും ചർച്ച ചെയ്യണം, വിശ്വാസികളെ സംരക്ഷിക്കണം ചർച്ച ചെയ്യണം. പിന്നെ LDF 10 കൊല്ലം അവർക്ക് കിട്ടിയില്ലേ? അവർ വികസനം ചെയ്തോ ചെയ്തില്ലെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അവരിപ്പോ 10 കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് വികസനം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ പിന്നെ എന്തിനാണ് ലോക്കൽ ബോഡിയിൽ തോറ്റത്? അങ്ങനെയാണെങ്കിൽ ഇതില് അദ്ദേഹത്തിന് ഒരു അഭിപ്രായമുണ്ട്, എനിക്കൊരു അഭിപ്രായമുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം, ഈ ഹോസ്പിറ്റൽസ് തകരുമ്പോൾ, പേഷ്യൻസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി മരിക്കുമ്പോൾ, കുട്ടികൾക്ക് 75% ഗവൺമെന്റ് സ്കൂൾ അൺസേഫ് ആവുമെന്ന് പറഞ്ഞ ശിവൻകുട്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറയുമ്പോൾ, കുട്ടികൾ ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ, ഞങ്ങളുടെ അഭിപ്രായം വികസനം നടക്കുന്നില്ല എന്നാണ്. അതാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോ അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഞങ്ങൾ 100% ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് മുമ്പോട്ട് വെച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് കർണാടകയിലും തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും 10 കൊല്ലം UPI ഭരിച്ചപ്പോൾ, CPMന്റെ പിന്തുണയോടെ ഭരിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു, ഇതെല്ലാം ചർച്ച ചെയ്യണം. കറക്റ്റാണ്. അല്ല, നിങ്ങൾ തീരുമാനിച്ചു. അല്ല, ചർച്ച നടത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ചർച്ച നടക്കണ്ട, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നോളൂ. ഞാൻ പ്രസ് കോൺഫറൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫാക്ട് ഫിഗർ എടുത്ത് വന്നോളൂ. ആരെയും ന്യായീകരിക്കാൻ ഇന്ന് ഇറങ്ങണ്ട. ഇസ്ലാമി മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെതിരെയും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പറയുന്നുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ മറ്റ് ലീഗ് നേതാക്കൾ, അത് ഈ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയുടെ അടുപ്പമാണ് LDF വോട്ട് പറയാണെന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് താങ്കൾ? നോക്കൂ, ഞാൻ വെള്ളാപ്പള്ളിജീനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കുറച്ച് കാലമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് വളരെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും, അത് ഓക്കെ, എല്ലാവരും അവകാശമാണ്. പക്ഷെ ഒരു സമുദായ ലീഡറാണ്. അദ്ദേഹത്തിന് സമുദായത്തിന് വേണ്ടി പറയാൻ, ചെയ്യാൻ എല്ലാവിധ അവകാശങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു സീനിയർ ലീഡറാണ്, വലിയ സമുദായത്തിന്റെ ലീഡറാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്? ഞങ്ങളുടെ സമുദായത്തിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ സമുദായത്തിൽ കൂടുതൽ കിട്ടുന്നു. സ്കൂളുകൾ, കോളേജുകൾ അവിടെ കൂടുതൽ നമ്പറിലുണ്ട്. ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ കിട്ടുന്നില്ല. അതിലെന്താണ്? അത് ചർച്ച ചെയ്യണം.
അത് എന്തുകൊണ്ടാണ് നമ്മൾ സെക്യുലറിസമും മറ്റേതെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ അവസരം കിട്ടുന്നില്ല? അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ വരാൻ പോകുന്ന ദിവസം നിങ്ങൾ ഒന്ന് ഓപ്പൺ മൈൻഡോണ്ട്, മാധ്യമ സുഹൃത്തോട് ഞാൻ പറയുന്നത് ഒരു ക്ലോസ് മൈൻഡ് അല്ല, ഓപ്പൺ മൈൻഡോണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കേൾക്കുക. ഞാൻ പറയുന്ന ഉടനെ വർഗീയവാദി എന്ന് പറയാൻ നടക്കണ്ട. അതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഫാക്റ്റിൽ എന്തെങ്കിലും ഒരു തർക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിലൊരു തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞങ്ങൾ ഫാക്ട് കൊണ്ട് ഞങ്ങൾ എവിഡൻസ് കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരും. എത്രയോ കൊല്ലമായിട്ട് സമുദായങ്ങൾ ഒരു വികസനവും നടക്കാത്ത സമുദായങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ, അവർക്ക് ആരോഗ്യ അവസരങ്ങൾ, അവരുടെ ബിസിനസ്സും അവരുടെ ട്രഡീഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സിലും കിട്ടാത്ത സപ്പോർട്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് വെക്കും. അപ്പോൾ അത് എന്തുകൊണ്ട് നടക്കുന്നു? അവരുടെ സമുദായ നേതാക്കന്മാർ അവർ പറഞ്ഞില്ലെങ്കിൽ ആരാണ് പറയാൻ പോകുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളിജി പറഞ്ഞതിൽ, വെള്ളാപ്പള്ളിജിനെ കുറിച്ച് എനിക്ക് അദ്ദേഹത്തിന് അപമാനമുണ്ട്, മറ്റവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ മെസ്സേജ് നമ്മൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് മെസ്സേജ് നമ്മൾ പഠിക്കണം, അത് ചർച്ച ചെയ്യണം, അതിൽ വേണ്ടത്ര സബ്സ്റ്റൻസ് ഉണ്ടോയെന്നോ ഇല്ലയെന്നോ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ എന്നോട് അത് ആദ്യം ചോദിച്ചാൽ ഞാൻ ടാർഗറ്റ് നോക്കിയിട്ടല്ല. ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരണം, രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം, വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് മാറ്റണം, ഇത് വികസന മത്സരമായിട്ട് ഈ ഇലക്ഷൻ മാറണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ 140 സീറ്റിൽ NDA മത്സരിക്കും. അതിന് ചിലയിടത്ത് ജമാഅത്ത് പോയിട്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കും, CPM കോൺഗ്രസ് തോൽപ്പിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറയും, ഇവരുടെ ഈ തന്ത്രം നിങ്ങൾ പരാജയപ്പെടുത്തും, വികസിത കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഈ ആന്റി ഡെവലപ്മെന്റ് ഫോഴ്സസിനെ തോൽപ്പിക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങൾ അഭ്യർത്ഥിക്കും. എന്തോ മൊത്തം ഈ എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതാണ് ചോദ്യം. അത് ഞങ്ങളുടെ പാർലമെന്ററി ബോർഡ് ഉണ്ട്, അവർ തീരുമാനിക്കും. ഞങ്ങളൊരു ഷോർട്ട് ലിസ്റ്റ് ഈ മാസം പോവും, അവർ തീരുമാനിക്കും. ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ടു യു വൺ ക്ലിയർ തിങ്. ഇത് നിങ്ങളാണ് അങ്ങനെ ഔട്ട്റീച്ച് ആക്കിയിരിക്കുന്നത്. വി ആർ ഫോക്കസ്ഡ് ഓൺ മലയാളി ഔട്ട്റീച്ച്, വി ആർ ഫോക്കസ്ഡ് ഓൺ വികസിത കേരളം ഔട്ട്റീച്ച്. ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം പോയിട്ട് എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് പറയുന്നത് ഈ വികസന സന്ദേശം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇതാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതാണ്. അതിന് വേണ്ടി ചില സമുദായം, ഞങ്ങളെ ഇഗ്നോർ ചെയ്ത സമുദായം, അവരെയും പോയി കാണുന്നുണ്ട്. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. കാരണം ഈ വികസനം ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു വികസനമാണ്. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം സൃഷ്ടിക്കുന്ന ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി മിനിസ്റ്റർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിയമത്തെ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം ഉറപ്പ്, കൂട്ടി അക്കൗണ്ട് അങ്ങനെ തന്നെ എന്ന് BJPയുടെ എന്താണ് കൂട്ടി അക്കൗണ്ട് അങ്ങനെ തന്നെ എന്നൊരു അടിക്കുറിപ്പ് കൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം 10 കൊല്ലം സ്കൂള് നന്നാക്കാനാണ് ജനങ്ങൾ ഒരു അവസരം കൊടുത്തത്. സ്കൂള് നന്നാക്കിയില്ല, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടോട്ടെ. ഇനി അതിനാണോ ഫുൾ ടൈം ജോബ്? ശരി, എല്ലാവർക്കും നമസ്കാരം. ഒരു മിസ്റ്റേക്കായി പോയതാണ്. നോക്കൂ, ഞങ്ങളുടെ പാർട്ടിയിലെ സീനിയർ ലീഡേഴ്സും മേയർ ആവാൻ കഴിവുള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട്. ശീലേഖാജി ഒന്നായിരുന്നു എന്ന് അതിൽ ആർക്കും ഒരു സംശയമില്ല. ഒരു വലിയ ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സണാലിറ്റി ആയിരുന്നു, ഇന്നുമാണ്. ഞങ്ങളൊരു മുതിർന്ന ലീഡറാണ്. മേയർ സ്ഥാനാർത്ഥിൻ്റെ മുമ്പ് ശീലേഖാജി ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്കൊരു അങ്ങനെ ഒരു ഒന്നും കാണുന്നില്ല. ഒരു സീനിയർ ലീഡറാണ്, ആയിരുന്നു, ഇന്നും ആണ്, അങ്ങനെ തന്നെ ഇരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു അതൃപ്തിയില്ല.